Hello everyone and welcome back to my channel. ഇന്ന് സെപ്റ്റംബർ 23 സൗദി നാഷണൽ ഡേ. അവൻ എന്തായിരുന്നാലും നമുക്ക് അന്നം തരുന്ന നാടാകുമ്പോഴത്തേക്ക് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ആഘോഷം എന്തായിരുന്നാലും മസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് റിയാ ടാക്കീസിൻ്റെ ഒപ്പം ഹെൽപ്പ് ഡെസ്കിൻ്റെ ആൾക്കാരും ഒക്കെ കൂടെ ആയിട്ട് ഇത് കിങ് അബ്ദുള്ള പാർക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മളിപ്പോൾ കൂടിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ആഘോഷം തുടങ്ങുകയാണ്. സോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മുഴുവനായിട്ട് വീഡിയോ കാണുക. ഒരു റോഡ് ഷോ ഉൾപ്പെടെ കംപ്ലീറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്ലാനിങ്സ് ഉണ്ട്. സോ അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കീപ് വാച്ചിങ് എവരിവൺ ആൻഡ് കീപ് സപ്പോർട്ടിങ്. കാലഘട്ടത്തിലെ സൗദി അറേബ്യയിലെ എല്ലാ സംഘടനകളുടെയും പ്രധാനപ്പെട്ട നേതാക്കളും ഭാരവാഹികളുമാണ് ഇന്നിപ്പോൾ ഒത്തുകൂടിയിരിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു. ഇത്ര നേരത്തെ ആഘോഷം കണ്ടല്ലോ. ഇനിയും ഇവിടെ അവസാനിക്കുന്നില്ല, ഇനിയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേക്കിൻ്റെ ഏകദേശം ഒരു പരിവായി കണ്ടോ, തീർന്നു പരിപ്പളവി. ഇതാണ് സുഡാനി സൗദി. വീഡിയോ ആണ്, കട്ട് ചെയ്യത്തില്ല, ഒന്നും കട്ട് ചെയ്യപ്പെടുന്നില്ല. അതാണ് ഒരു കാരണവശാലും ഇതിന്റെ സൗണ്ടും കട്ട് ചെയ്യില്ല, ഒന്നുമില്ല. ഒന്നും പറയില്ല. 90ാമത് നാഷണൽ ഡേ ആഘോഷിക്കുന്ന ഈ വേളയിൽ സൗദികൾക്കൊപ്പം ഞങ്ങളും വിദേശികളായ മലയാളികളായ നമ്മളും ഈ 90ാമത് നാഷണൽ ഡേ വളരെയധികം സന്തോഷം. അത് കട്ട് ചെയ്തിട്ടുണ്ടോ? അതൊരു പിടിച്ചിട്ടുണ്ട്. അവിടെ മിക്കവാറും ഇവിടെ നിന്ന് എല്ലാത്തിനും ചവിട്ടിക്കൂട്ടി പുറത്താക്കണ എല്ലാ ലക്ഷണവും ഉണ്ട്. അതിനുള്ള അവസ്ഥയാണ് ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നത്. Come on. Fine. الحمد لله. هيا طيب. هذا يوم يوم الوطن. يوم الوطن يعني لازم مرحبا. يا مرحبا. كلكم الناس جميعا. മതി, കഴിഞ്ഞു പഠിച്ചത് മൊത്തം കഴിഞ്ഞു.
അനവധി നിരവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് റിയാദ് ഹെൽപ്പ് ഡെസ്ക് നയിക്കുന്ന അതിഗംഭീരമായ വാഹന പ്രചരണ ജാഥയാണ്. ഈ വാഹനത്തിന് പിന്നിലൂടെ കടന്നു വരുന്നത്. ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും 90ാമത് ദേശീയ ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഹെൽപ്പ് ഡെസ്കിന്റെ വാഹന പ്രചരണ ജാഥ ഇതാ ഈ മണൽത്തരികളെ കോരിത്തെരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ സഹകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കേക്ക് മുറിച്ച് കഴിച്ചുകൊണ്ട് വീഡിയോ പിടിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും. അപ്പൊ നമ്മളിതേ ഇപ്പൊ ലുലുവിൽ എത്തിയിരിക്കുക. നാസർക്ക് എത്തി. നാസർക്ക് ലേശം ലേറ്റ് ആയി പോയി. ഒരുപാട് വിഷയമുള്ള വ്യക്തിയാണ്. അപ്പൊ ഇനി ഇവിടത്തെ അതാ ഇനി ഇവിടത്തെ കാഴ്ചകൾ. نحن هندية، أنا أحبك السعودية، أنا بيتك السعودية. هذا الجمعية رياض الهيلب ديسك أيام الكورونا 6 شهر جمعيين حوالي 250 برد الكيرلا. إن شاء الله القوة السعودية، أبى أحبك السعودية، عالم الدنيا إن شاء الله بالخيركم سعودية أرابيا. അപ്പോൾ ഇവിടെ പിന്നെ ലുലുവിൽ വെച്ചിട്ട് നമ്മുടെ റിയാദ് ഹെൽപ്പ് ഡെസ്കിന് ആദ്യത്തെ ഒരു ആദരവ്. ആ ഗ്രൂപ്പ് നമ്മൾ തുടങ്ങിയപ്പോഴത്തേക്ക്
ഞാൻ പോലും ഇത്രയും പ്രതീക്ഷയില്ല, ഇത്രയും വലിയൊരു രീതിയിലേക്ക് എനിക്ക് എത്താൻ പറ്റുമെന്നോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഗ്രൂപ്പ് വളരുമെന്നോ ഇത്രയും ആൾക്കാർ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുമെന്നോ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ ഗ്രൂപ്പ് തുടങ്ങണതും ആദ്യത്തെ ഒരു അറ്റംപ്റ്റായിട്ട് ഏറ്റെടുത്ത് നമ്മളത് ചെയ്തത്. പിന്നെ അങ്ങോട്ടൊരു ഗ്രോത്ത് ആയിരുന്നു. പറയുന്നത് ഞാൻ ഒരുപാട് നന്മ മനസ്സുകൾ ഒത്തുചേർന്നൊരു ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ ഒറ്റ വിശേഷണത്തിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഗ്രൂപ്പ് രൂപീകരിക്കുന്ന സമയത്ത് സജിനെ പോലുള്ള ആളുകളാണ് 2-3 പേർ കൂടി ചേർന്നിട്ടാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. അന്നുണ്ടായിരുന്ന ഒരു പ്രത്യേക ലക്ഷ്യമായിരുന്നെങ്കിലും പിന്നീട് അത് കൊറോണ വന്ന സമയത്ത് 2 പ്രാവശ്യം പേര് മാറി റിയാദ് ഹെൽപ്പ് ഡെസ്ക് രൂപത്തിൽ മാറിയപ്പോൾ സത്യത്തിൽ ഇപ്പോൾ എല്ലാ സംഘടനയിലും അതുപോലെ സംഘടനയിലില്ലാത്തവരും ഒക്കെ നല്ല മനസ്സുള്ള ഒരു കൂട്ടം ആളുകൾ എല്ലാറ്റിനും കഴിയുന്ന അവനവൻ്റെ പണിയും ജോലിയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരുപറ്റം ആളുകളുടെ കൂട്ടായ്മയായി അൽഹംദുലില്ലാഹ് ഹെൽപ്പ് ഡെസ്ക് മാറിക്കഴിഞ്ഞു. ഈ പറഞ്ഞ ഗ്രൂപ്പിൽ ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്യുന്ന അലീക്ക കഴിഞ്ഞിട്ട് ആഡ് ചെയ്യുന്നത് നവാസുക നമ്മളായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ചിന്തിക്കുകയായിരുന്നു ആരെ ആഡ് ചെയ്യണം, എന്ത് ആഡ് ചെയ്യണം. പിന്നെ എല്ലാവരും കൂടെ ഒരു വലിയൊരു ബൂം തന്നെയായിരുന്നു നമ്മളെ നടത്തിയിരുന്നത്. ഇത് എന്തായിരുന്നാലും അതിലുള്ള എല്ലാവർക്കും ഒരാളെ മാറ്റി നിർത്തില്ല, എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇൻക്ലൂഡിങ് അതിൽ നമുക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത എല്ലാ നേഴ്സുമാരെയും ഓഫ് കോഴ്സ് നമ്മൾ അവരെ എല്ലാം കാണുന്നുണ്ട്. എല്ലാവർക്കും അങ്ങനെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമ്മൾ കൈക്കലാക്കിയിട്ടുണ്ട്. അവരെ കയ്യിൽ എന്തായിരുന്നാലും നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും. ഒരു നേഴ്സുമാരെയും നമ്മൾ മാറ്റി നിർത്തത്തില്ല, അത് ഗ്യാരണ്ടിയാണ്. നമുക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സസ് ഇൻക്ലൂഡിങ് ക്ലീനേഴ്സ് നമുക്ക് ന്യൂസുകൾ അവരുടെ അപ്ഡേറ്റ്സ് ഓരോ പേഷ്യൻസിൻ്റെ അപ്ഡേറ്റ്സ് നമുക്ക് കൊണ്ടുതരുന്നതും ഒക്കെ അവർ തന്നെയായിരുന്നു. സോ ഒരുപാട് താങ്ക്സ് എവ്രി വൺ. സോ അപ്പം ഇനി എല്ലാവരുടെയും ആഗ്രഹം പോലെ നമുക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് പോകാം. സോ യെസ് ഗൈസ്, നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ EMFൻ്റെ എല്ലാ ആൾക്കാരും ഉണ്ട്, ഗൾഫ് EMFൻ്റെ എല്ലാ ആൾക്കാരും ഉണ്ട്. അതെടുത്തിട്ടുണ്ട്. ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇവിടെ ഒരാൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വന്ന ഏറ്റവും വലിയൊരു ചലഞ്ചായിരുന്നു കപ്പിൾ ചലഞ്ച്. അപ്പോൾ അതിനൊരു ട്രോള് വന്നിട്ടുണ്ടായിരുന്നു. കപ്പിൾ ചലഞ്ച് ഒരു ചലഞ്ചും അല്ല, അതെന്ത് ചലഞ്ചാണെന്ന് മനസ്സിലാകും. സ്വന്തം ഭാര്യയുടെ കൂടെ നിന്നിട്ട് ചലഞ്ച് ചെയ്യാനായിട്ട് എന്ത് ചലഞ്ചാണെന്ന് മനസ്സിലാവുന്നില്ല. വല്ലവൻ്റെയും ഭാര്യയുടെ കൂടെ പോയി നിന്നിട്ട് ഫോട്ടോ എടുത്ത് സ്വന്തം കെട്ടിയവനെ ടാഗ് ചെയ്യുന്നതിലല്ലേ ചലഞ്ച് എന്ന് ചോദിച്ചിരുന്നു. ആ ചലഞ്ചാണ് തസ്ലീപ്പ് എടുത്തേക്കുന്നത്. അതാണ്. കൂടെ നമുക്ക് 2 സബ്സ്ക്രൈബേഴ്സിനെ കൂടെ കണ്ടു, ഫ്ലാഷ് ചെയ്തു. മുഖം പെട്ടെന്ന് കാണിച്ചിട്ട് പെട്ടെന്ന് അടച്ചു. പേര് പറ. വിഷ്ണു. അതാ. മറ്റേ ആളോ? ഇത് ബിബിൻ. ഓക്കെ. അപ്പോൾ അവരെ കൂടെ നമ്മൾ കണ്ടേക്കാണ്. നീ നാളെ യൂട്യൂബിൽ, മറ്റന്നാൾ യൂട്യൂബിൽ. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അവിടെ എപ്പോഴും സ്റ്റിൽ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ നടക്കണേ ഉള്ളൂ. കംപ്ലീറ്റ് ആയി. വിടില്ലേ നമ്മൾ? റെക്കോർഡില്ല. അതന്നെ ചോദിക്കുന്നത്. ഫുഡുണ്ട്. അതാണ് രാവിലെ ഇറങ്ങി പരിപ്പറിയും കുക്ക് ചെയ്തിട്ട് ഇവിടെ നിൽക്കുക. പരിപ്പറി കുക്ക് ചെയ്തിട്ടല്ലേ വന്നിരിക്കുന്നത്. പരിപ്പറി ചോറ് ഞാൻ ചോദിക്കുമ്പോൾ പറയാ കോഴി ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് മേടിച്ച് നൈസായിട്ട് സ്കൂട്ടാം.